മൈക്ക് ഓൺ ചെയ്ത് വെക്കേ. ടാലി ഓപ്പൺ ചെയ്യാം. ഇന്ന് നമ്മള് പിന്നെ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ്സ് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മള് പിന്നെ ഇന്ന പ്രോഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്തു, സെയിൽസ് ചെയ്തു എന്ന് അറിയില്ലേ. അപ്പം ഓരോ ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് യൂണിറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഞാൻ ക്വസ്റ്റ്യന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോക്കാം. അതിൽ ഫസ്റ്റത്തത് ക്രിയേഷൻ ഓഫ് സ്റ്റോക്ക് ഐറ്റം വിത്ത് യൂണിറ്റ്സ്. സെക്കൻഡ് കാണാൻ പറ്റും യൂണിറ്റ് ക്രിയേഷൻ. അതിൽ നമുക്ക് ആദ്യം യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കമ്പനി എടുക്കാം, ക്രിയേറ്റിൽ പോവാം. ജസ്റ്റ് ABC ലിമിറ്റഡ് ഒരു പേര് കൊടുക്കാം. സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യാം, സേവ് ചെയ്യാം. കൺട്രോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യും. സ്റ്റേറ്റ് കേരള വെക്കണ്ടിരുന്നു. അമ്മച്ചിനെ പറ്റിയ ഫോണിട്ടാ അടുത്ത റോട്ട് പോകരുതട്ടോ. ഇതിൽ ആയിഷ നസ്മിൻ ആരാ ഈ പേര് കാണിക്കുന്ന? റിഷാന. റിഷാന. ഇതില് പിന്നെ WC ഷുഹൈബ സയൻസ് ഇതാരാ? മിസ് ആദ്യത്തെ കമ്പനിയെല്ലാം ഷട്ട് ചെയ്യണോ? ആ, ആദ്യത്തെ മിസ്സേ, കമ്പനി ഇവിടെ ഞാനാണ് ഇപ്പൊ ഡൗട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചത്. ഷട്ട് ചെയ്യട്ടാ. മിസ്സിനോട് ഡൗട്ട് ചോദിച്ചത് ഇപ്പൊ ഞാനാണ് പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. ഏത്? ഞാനാണ് ഇപ്പൊ ഡൗട്ട് ചോദിച്ചത് മിസ്സിന്റെ അടുത്ത്. എന്താണ് പേരെന്താ? ഷുഹൈബ. ഷുഹൈബ. ആ, ഓക്കെ. ഉം. ഇപ്പൊ നമ്മളിവിടെ വേറെ കമ്പനി ഓപ്പൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഷട്ട് ചെയ്യാം കേട്ടാ. കമ്പനി എടുക്കാം, ഷട്ട് എടുക്കാം. നമുക്ക് ഏത് കമ്പനിയാണോ ഷട്ട് ചെയ്യേണ്ടത് അത് ഷട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ABC ലിമിറ്റഡ് മാത്രം ആക്കി വെക്കുക. അതില് യൂണിറ്റ് ക്രിയേഷൻ അതായത് കമ്പനി ക്രിയേറ്റ് ചെയ്തില്ലേ. ഓക്കെ, ഇതിൽ ക്രിയേറ്റ് എടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് അത് ഓപ്പൺ ചെയ്യാം.
താഴെ ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ യൂണിറ്റ് എന്നുണ്ടോ, ഉം. അതെടുക്കാം. ഇപ്പൊ യൂണിറ്റ് ക്രിയേഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ആകെ കൊടുക്കേണ്ടത് സിമ്പിളും ഫോർമൽ നെയിമും കൊടുത്താൽ മതി. നമ്മളെ ടേബിൾ 2 നോക്കുക, അതില് സിമ്പിൾസും തന്നിട്ടുണ്ട്, ഫോർമൽ നെയിമും തന്നിട്ടുണ്ട്. അത് ഓരോന്നും കൊടുത്ത് സേവ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കേണ്ടത് നോക്കുക, അത് സ്ക്രീനിൽ നോക്കുക. സിമ്പിൾ എന്നുള്ളിടത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് NOS കൊടുക്കാം. ഫോർമൽ നെയിം നമ്പേഴ്സ് ക്യാപിറ്റലോ സ്മോളോ ഇങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഒന്നുകിൽ എൻട്രൻസ് സേവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ Ctrl+A സേവ് ചെയ്യാം. നെക്സ്റ്റ് ഇതിപ്പോ ലിറ്റർ ആണ്. നമ്മളെന്താ ചെയ്യണോ മിസ്സേ? ആ ചെയ്. നെക്സ്റ്റ് സിമ്പിൾ LTR എന്ന് കൊടുക്കാം. ഫോർമൽ നെയിം ലിറ്റർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. LTR കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു ഫോർമൽ നെയിം കൊടുക്കേണ്ടത്? LTR ഫോർമൽ നെയിം ലിറ്റർ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നുകൂടെ പറയുക. സിനാനോ? അതായത് നമ്മള് യൂണിറ്റ് ക്രിയേഷൻ ആണ് കേട്ടോ പറയുന്നത്. നമ്മളിപ്പോ പ്രോഡക്റ്റ് അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റ്സ് ഒക്കെ കൊടുക്കലില്ലേ, പർച്ചേസ് സെയിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര നമ്പർ ഐറ്റം, ഇപ്പൊ TV ആണെങ്കിൽ ഇത്ര നമ്പർ TV ഇത്ര റേറ്റിന് നമ്മൾ സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു എന്നൊക്കെ പറയലില്ലേ. അപ്പൊ നമ്മൾ അതിന് യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. ആദ്യം യൂണിറ്റ് ക്രിയേഷൻ ആണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ, ടേബിൾ നമ്പർ 2 അതെങ്ങനെയാണ് യൂണിറ്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എടുക്കുക. ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ യൂണിറ്റ് എന്ന് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടില്ല. യൂണിറ്റ് എടുക്കാം. ഇപ്പൊ യൂണിറ്റ് ക്രിയേഷൻ ബോക്സ് വരും. ഇവിടെ സിമ്പിളും ഫോർമൽ നെയിമും കൊടുക്കുക, സേവ് ചെയ്യുക. ഓരോന്നും അങ്ങനെ കൊടുക്കുക. NOS സിമ്പിൾ കൊടുക്കുക, ഫോർമൽ നെയിം നമ്പേഴ്സ് സേവ് ചെയ്യുക. LTR സിമ്പിൾ കൊടുക്കുക, ഫോർമൽ നെയിം ലിറ്റർ കൊടുക്കുക, സേവ് ചെയ്യുക. അങ്ങനെ ഓരോന്നും ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഫോർമൽ നെയിം എന്താ കൊടുക്കുന്നത് മിസ്സേ? നമ്പേഴ്സിനോ? ഫോർമൽ നെയിം നമ്പേഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ, കാണുന്നില്ല? അത് നോക്കി ചെയ്താൽ മതി. ഇത് പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ അങ്ങനത്തെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഈ ലാസ്റ്റ് കേസസ് എഴുതുമ്പോൾ കേസിന്റെ എഴുതിയിട്ട് അതിൽ കേസസ് കേസ് എഴുതുമ്പോ 2 തവണ കൊടുത്തിട്ടുണ്ട്, ഒറ്റ തവണ കൊടുത്താൽ മതി കേട്ടാ. മനസ്സിലായില്ല. ആ ഓക്കെ കേസ് ഓക്കെ, 2 ആ എറർ തവണ ഉണ്ട്. കാണിക്കുന്നുണ്ട്. അതെ. ടേബിൾ 1 2 ചെയ്യുന്നത് ഫസ്റ്റ്. ടേബിൾ 2 ആണ്, യൂണിറ്റ് ക്രിയേഷൻ ആണ് ചെയ്യുന്നത് ആദ്യം. ഓക്കെ. ഇനി ഇത് യൂണിറ്റുകൾ എവിടെയാ കാണുക?
യൂണിറ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടാവും. അതായത് നമ്മൾ TV 10 നമ്പർ TV നമ്മൾ സെയിൽ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂ നമുക്ക്. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, അല്ല യൂണിറ്റ് ക്രിയേറ്റ് നമ്മളിപ്പം ചെയ്യുന്നത്. ഇത്രയും ക്രിയേറ്റ് ചെയ്ത യൂണിറ്റ്സ് ഇപ്പം ഏതൊക്കെയാണ് കറക്റ്റ് ആണോ നോക്കണമെങ്കിൽ ഇത് എവിടെയാ കമ്പനിയിൽ ആദ്യം ഇത് ചെയ്ത് വെക്ക്, ഞാൻ പറഞ്ഞുതരാം. ആ ആ അല്ല അത് കഴിഞ്ഞു. കഴിഞ്ഞോ? ഇത് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? താഴെ വരെ ചെയ്യണ്ടേ അല്ലെ? കേസസ് വരെ. ആ, താഴെ വരെ ചെയ്യാം. കേസ് ഒറ്റ തവണ ചെയ്താൽ മതി, 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നിങ്ങളിപ്പോ ചെയ്ത യൂണിറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾ ലെഡ്ജർ നോക്കലില്ലേ, അതുപോലെ തന്നെ യൂണിറ്റ് നോക്കാൻ പറ്റും. നമുക്ക് ഓൾട്ടർ എടുക്കാം. ഇവിടെ യൂണിറ്റ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്തു വെച്ച യൂണിറ്റ്സ് കണ്ടോ? ഞാൻ ഇത്രേ ചെയ്തു വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര കാണിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. നമുക്കിതിപ്പോ മനസ്സിലായിട്ടില്ല. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഓൾട്ടർ ഉണ്ടോ? ആ നമ്മൾ എടുക്കുന്നത് എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിലാണ് ഇത് എടുക്കുക കേട്ടോ. ഓൾട്ടർ എടുക്കുക, അതിൽ താഴെ യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റ് നമ്മൾ ചെയ്ത യൂണിറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ NOS, നമ്മളിത് ഫോർമൽ നെയിം തെറ്റാണ് കൊടുത്തതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് മാറ്റി കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇപ്പൊ യൂണിറ്റ് എല്ലാവരും ചെയ്തോ? ഇല്ല മെസ്സേജ് ചെയ്തോണ്ട്. കഴിഞ്ഞു മിസ്സേ. യൂണിറ്റ് ക്വാണ്ടിറ്റി എത്ര? ഏത് യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് UQC അതൊന്നും കൊടുക്കണ്ടല്ലോ. ഒന്നും കൊടുക്കണ്ട, സിമ്പിള് ഫോർമൽ നെയിം മാത്രം കൊടുത്താൽ മതി. സേവ് ചെയ്യാം. ആ, ഓരോന്നും ചെയ്യാം, സേവ് ചെയ്യാം. കേസ് ഒറ്റ തവണ കൊടുക്കല്ലേ? കേസ് ഒറ്റ തവണ കൊടുത്താൽ മതി, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന. ഓക്കെ ഓക്കെ. യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഐറ്റം ക്രിയേഷൻ ആണ്. ആ ഫസ്റ്റ് ടാബിൾ ഓരോ ഐറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് കളർ എടുക്കണേ. ചെയ്ത് കഴിയാത്തവര് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ എടുത്താൽ മതി. അതിന് താഴെ നമുക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് ഐറ്റം. ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ താഴെ സ്റ്റോക്ക് ഐറ്റം കാണുന്നില്ലേ? ആ യെസ്. അതെടുക്കാം. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഒന്ന് നെയിം കൊടുക്കണം, സ്റ്റോക്ക് ഐറ്റത്തിന്റെ നെയിം. ഇവിടെ ഐറ്റം നെയിം ഓരോന്നും നമുക്ക് തന്നിട്ടുണ്ട്. TV, കോള, ബിസ്ലറി, റൈസ് അങ്ങനെ തന്നിട്ട് കാണുന്നില്ലേ, അതാണ് നെയിം കേട്ടോ. ഇവിടെ നെയിം കൊടുക്കാം. പിന്നെ കൊടുക്കേണ്ടത് യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓരോ ഐറ്റത്തിന്റെ നേരെ അതിന്റെ യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് ആ ബോക്സിൽ, അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമുക്ക് നോക്കാം. TV, ഞാൻ ഇപ്പൊ TV നെയിം കൊടുത്ത് എൻ്റർ അടിക്കാം. അലിയാസ് കൊടുക്കണ്ട, ജസ്റ്റ്
അണ്ടറും കൊടുക്കണ്ട, കാറ്റഗറിയും കൊടുക്കണ്ട, എൻട്രി അടിക്കാം, എൻട്രി അടിക്കാം. ഇവിടെ യൂണിറ്റ്സ് ചോദിക്കുന്നിടത്ത് നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം? യൂണിറ്റ്സ് ഏതാണ്? നമ്പേഴ്സ്. യെസ്, NOS നമ്പേഴ്സ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രേ ചെയ്യണ്ടു. എന്നിട്ട് സേവ് ചെയ്യാം. കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് കോള കൊടുക്കാം, എൻട്രി അടിക്കാം, എൻട്രി അടിക്കാം. യൂണിറ്റ്സ് ഇന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. കേസിലാണ് കോള വന്നിട്ടുള്ള യൂണിറ്റ്. എന്നിട്ട് കൺട്രോൾ അടിക്കുക, സേവ് ചെയ്യാം. അങ്ങനെ ഓരോന്നും ചെയ്യാം. ചെയ്യൂലേ? ഓക്കെ. യെസ്. ഓക്കെ. പക്ഷെ നമ്മളെ സിസ്റ്റത്തില് അണ്ടർ കാറ്റഗറി യൂണിറ്റ് എന്നില്ല, അണ്ടറും യൂണിറ്റേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അത് കാറ്റഗറി പിന്നെ ഫീച്ചറിൽ ആക്റ്റീവ് ആവാത്തോണ്ടാണ്. കുഴപ്പമില്ല. യൂണിറ്റ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഒന്നും കൊടുക്കണ്ടല്ലോ, എൻട്രി അടിച്ച് പോയപ്പോരെ. എൻട്രൻസ് പോവാ, അല്ലെങ്കിൽ കൺട്രോൾ അടിച്ചിട്ട് സിമ്പിൾ ആയിട്ട് സേവ് ചെയ്യാം. യൂണിറ്റ് ക്രിയേഷൻ കഴിഞ്ഞ നെക്സ്റ്റ് എന്താ? യൂണിറ്റ് ക്രിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരാം. എസ്കേപ്പ് അടിച്ചിട്ട് ആ സ്റ്റോക്ക് അതിൽ സ്റ്റോക്ക് ക്രിയേറ്റ്. ഐറ്റംസ്. യെസ്, ക്രിയേറ്റില് സ്റ്റോക്ക് ഐറ്റം, ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ഐറ്റം നെയിമും കൊടുക്കാം, യൂണിറ്റും കൊടുക്കാം കേട്ടോ. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പർ കേസ് ലോവർ കേസ് ഒന്നും കുഴപ്പമില്ലല്ലോ? ഏത്? അപ്പർ കേസ് ലോവർ കേസും ക്യാപിറ്റലും സ്മോളും ഒന്നും കുഴപ്പമില്ലല്ലോ? ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് കൊടുക്കാൻ വിട്ടുപോയി. അപ്പൊ ആ യൂണിറ്റ് ഇപ്പൊ ഞാൻ ബോട്ടിൽ കൊടുത്തിട്ടില്ല. അപ്പൊ എന്റെ ഈ ലിസ്റ്റിൽ ബോട്ടിൽ കാണിക്കൂല. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് നമുക്ക് ഓൾട്ട് സി അടിച്ച് കഴിഞ്ഞാല് യൂണിറ്റ് ക്രിയേഷൻ ബോക്സിൽ വരും. അവിടെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓൾട്ട് സി. മിസ്സേ, ഹലോ. മിസ്സേ, ആ യെസ്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തത് എങ്ങനെയാ കാണാ? സെയിം പേജ് പഠിച്ചാൽ മതി. പേജ് അപ്പ് അടിച്ചാ മതി. തൊട്ട് മുന്നത്തെ ആണെങ്കിൽ പേജ് പഠിച്ചാൽ മതി. ആ. കഴിഞ്ഞോ? യെസ്. അതെ. യെസ് മാം. ഫിനിഷ്. ഓക്കെ. അതിന് എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ
ഓൾട്ടർ എടുക്കുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഓൾട്ടർ എടുക്കുക, സ്റ്റോക്ക് ഐറ്റം എടുക്കുക. നമ്മൾ ചെയ്ത് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോ എന്തെങ്കിലും യൂണിറ്റോ മറ്റോ മാറി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ TV ഇത് നമ്പേഴ്സിന് പകരം വേറെ എന്തെങ്കിലും യൂണിറ്റ് ആണ് കൊടുത്തതെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള യൂണിറ്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ. ഇനി നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ മാം. ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട് ഗ്രൂപ്പില്, നോക്കുക. ഇത് ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, അവിടെ കണ്ടോ? യെസ്. അവിടെ നമുക്കൊരു 5 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, പിന്നെ പർച്ചേസ്ഡ് BPL TV 10 നമ്പേഴ്സ്, കണ്ടോ? 10 നമ്പേഴ്സിൽ തന്നിട്ടുണ്ട്. പിന്നെ സോൾഡ് BPL TV 6 നമ്പേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 16,000. Then purchased Onida TV 12 numbers at the rate of 13,000 for cash. Sold BPL TV 3 numbers at the rate of 16,000 and Onida TV 8 numbers rupees 18,000 for cash. ഇതെല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്, ക്രെഡിറ്റ് ഇല്ല. താഴെ ഹിൻസ് തന്നിട്ടുണ്ട്. ക്രിയേറ്റ് സ്റ്റോക്ക് ഐറ്റംസ് BPL TV, Onida TV, യൂണിറ്റ്സ്, നമ്പേഴ്സ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? നിങ്ങൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനിയിൽ പോവാം. ഇപ്പം ചെയ്ത പോലെ തന്നെ ക്രിയേറ്റ് എടുക്കാം. പുതിയ പ്രോബ്ലം ചെയ്യാന്ന്, അതുകൊണ്ട് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. കമ്പനി നെയിം കൊടുക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി, കമ്പനിയുടെ പേര് എന്തെങ്കിലും കൊടുക്കാം. ചെയ്തോ? കമ്പനി ക്രിയേറ്റ് ചെയ്തോ? യെസ്. യെസ്. ഇവിടെ വേറെ കമ്പനി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഷട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ എന്റെ ABC ലിമിറ്റഡ് ഓപ്പൺ ആയിട്ട് എടുക്കുന്നുണ്ടോ, അത് ഷട്ട് ചെയ്ത് കൊടുക്കുന്നത്. കമ്പനിയിൽ ഷട്ട് എടുക്കാം, ABC ലിമിറ്റഡ് ഷട്ട് ചെയ്യാം. നമ്മളിതില് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2 സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ യൂണിറ്റും. എന്തെങ്കിലും നമ്മൾ ആദ്യം യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം? സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. നമുക്കിത് ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഓട്ടോ CHC യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എടുക്കാം. ഗേറ്റ് വേ ഓഫ് ടാലി, ക്രിയേറ്റ് സ്റ്റോക്ക് ഐറ്റം. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ചെയ്യണ്ട. വേണ്ട, ഇവിടുന്ന് ഓൾട്ട് CHC ചെയ്താൽ മതി. ആകെ ഒരു യൂണിറ്റ് അല്ലേ ചെയ്യണ്ടു. ഇവിടെ ജസ്റ്റ് ഓൾട്ട് CHC ആണ്. ഇവിടെ നെയിം കൊടുക്കാം BPL TV. യൂണിറ്റിന്റെ അവിടെ നമുക്ക് ഈ ബോക്സിൽ empty ആയിട്ടായിരിക്കും വേണം. ഇവിടെ നമ്മളൊന്നും ചെയ്ത് വെച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാത്തത്. ഓൾട്ട് CHC യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. സിമ്പല് NOS കൊടുക്കാം. ഫോർമൽ നെയിം, നമ്പേഴ്സ് കൊടുക്കാം. സേവ് ചെയ്യാം. കൺട്രോൾ അടിക്കാം, സേവ് ചെയ്യാം. ഇപ്പൊ യൂണിറ്റ് ഇവിടെ നമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. NOS ഇത്ര ആയിക്കഴിഞ്ഞാല് ഇത് സേവ് ചെയ്യാം. കൺട്രോൾ അടിക്കാം, സേവ് ചെയ്യാം. യൂണിറ്റ്സിന്റെ അവിടെ എന്താണ് പിന്നെ ആൾട്ട് C അടിച്ചാല്? ഓൾട്ട് C അടിച്ചു കഴിഞ്ഞാല് ഓക്കെ. ഇവിടെ യൂണിറ്റ് ക്രിയേഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അടുത്തത് ഒനിഡ TV അല്ലേ? നെക്സ്റ്റ് Onida TV.
അതുപോലെ തന്നെ യൂണിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ NOS നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ക്രിയേറ്റ് ചെയ്യണ്ട, എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ 2 സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാം. എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വരാം. പോയി കളിക്കാം, ഉമ്മാന്റെ റൂം പോയി കളിക്കപ്പോ. ചെയ്തില്ലേ? സ്റ്റോക്ക് ഐറ്റം എല്ലാവരും ചെയ്തല്ലോ. Yes, yes, ma'am. പെർഫെക്റ്റ്. ഇനി നമുക്ക് ചെയ്തില്ലേ സിനാൻ? ഓ ചെയ്തു. ഓക്കെ, ഇനി വൗച്ചേഴ്സ് ചെയ്യാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് എടുക്കാം. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ക്യാപിറ്റൽ കൊണ്ടിരുന്നതാണ്. ഏതിലാ ചെയ്യാ? Payment. പേയ്മെന്റ് ആണോ? റെസിപ്റ്റ്. Sorry, F6. receipt. Sir. F6 റെസീറ്റ് കേട്ടോ. ഉം. ഇവിടെ നമുക്കിവിടെ ക്രെഡിറ്റ് എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ കൊടുക്കണം അല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ക്യാപിറ്റൽ ലെഡ്ജേഴ്സ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റിൽ എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. നമ്മൾ ആദ്യം നമുക്ക് ഒന്നെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യണ്ട. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ആദ്യം ക്രിയേറ്റ് പോയിട്ട് ലെഡ്ജേഴ്സ് എടുത്തിട്ട് ക്യാപിറ്റൽ, എന്നിട്ട് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇങ്ങനെ ഓരോന്ന് സേവ് ചെയ്യാം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഇങ്ങനെ എടുത്തിട്ടും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യാം. Alt C അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ? ലെഡ്ജർ ക്രിയേഷൻ ബോക്സ് വന്നില്ലേ? അങ്ങനെ ചെയ്ത് കൊടുക്കാം. ചെയ്തോ? Alt C അടിക്കാം. മിസ് എല്ലായിടത്തും ഓൾട്ട് സി അടിക്കാണ്ട് ക്രിയേറ്റ് തന്നെ അവിടെ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താലും അങ്ങനെ വരുന്നില്ലേ? അങ്ങനെയും ചെയ്യാലോ. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്താലും വരും. ഇവിടെ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്താലും ലെഡ്ജർ ക്രിയേഷൻ ബോക്സ് വരും. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് സേവ് ചെയ്യാം. Amount കൊടുക്കല്ലോ. എമൗണ്ട് കൊടുക്കാം. 2 lakh. എൻട്രി അടിക്കാം. ഒരു എൻട്രി അടിക്കുമ്പോ ഇവിടെയാണ് വരാം. ഇവിടുന്ന് ഒന്നുകൂടെ എൻട്രി അടിക്കും. ഇവിടെ ലെഡ്ജർ വരും. ക്യാഷ് ലെഡ്ജർ ടാലിയിൽ ഓൾറെഡി ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. സേവ് ചെയ്യാം. ഇങ്ങനെ വരുന്നുണ്ടോ മെസ്സേജ്? ആ വന്നിട്ടുണ്ട്. നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട്, അതുകൊണ്ട് അങ്ങനെ വരുന്നു കേട്ടോ. എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വരാം. Alt F2 അടിച്ച് ഡേറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്റെ വൗച്ചർ തോന്നില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് എപ്പോഴും, അല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് വരും. 1st April 2026 to 31st March 2027. ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ ചെയ്യുക. സെറ്റ് ചെയ്ത് കൊടുക്കുക. 1st April 2026 to 31st March 2027. Alt F2 അടിച്ചിട്ട് കേട്ടോ. അതൊന്നും കൂടി പറയോ ക്യാപിറ്റലിന്റെ? ക്യാപിറ്റലാ? ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തില്ലേ? അതല്ല, അതിൽ വേറെ എന്തോ ഒരു മെസ്സേജ് വന്നു. ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൗച്ചറിൽ പോവാ. ക്രെഡിറ്റ് ക്യാപിറ്റൽ സെലക്ട് ചെയ്യാ. 2 lakh കൊടുക്കാം. ഡേറ്റ് എത്രയായിരുന്നു കൊടുക്കേണ്ടത്? 1st April 2026 to 31st March 2027. അതായത് നമ്മള്
ഒരു വർഷത്തെ 2026 മുതൽ 2027 മാർച്ച് വരെയുള്ള കണക്കാണ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കല്ലേ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യാം. ആ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഡേറ്റ്. എന്നിട്ട് വൗച്ചർ ചെയ്യാം. അപ്പൊ സേവ് ആയിക്കോളും. അടുത്ത ട്രാൻസാക്ഷൻ പേയ്മെന്റിലെ പർച്ചേസ്. ഉം. അടുത്ത ട്രാൻസാക്ഷൻ ജേണൽ വൗച്ചർ അടുത്ത എന്താ? Purchase to BPL TV, ഉം. 10 NOS at rupees 12,000. പർച്ചേസ്ഡ് BPL TV 10 numbers at the rate of 12,000. ഇവിടെ നമ്മള് സ്റ്റോക്ക് ഐറ്റം യൂണിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഉം. ഇങ്ങനെ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്തിട്ട് ചെയ്യാം. F9 പർച്ചേസ് ഉണ്ടോ? F9 പർച്ചേസ് എടുക്കാം. എല്ലാവർക്കും ഈ ഒരു ഫോമാറ്റിൽ തന്നെയല്ലേ വരുന്നത് പർച്ചേസ് അല്ലേ? അതെ അതെ. ഓക്കെ. ഇവിടെ പാർട്ടി നെയിം ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് പാർട്ടി നെയിം ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ ഒരു ബോക്സ് വരും, അതൊക്കെ ഹൺഡ്രഡ്സ് വിടാം. ഇതൊക്കെ ഹൺഡ്രഡ്സ് വിട്ട് കൊടുക്കാം. പർച്ചേസ് ലെഡ്ജറിന്റെ അവിടെ ഇതൊക്കെ ഹൺഡ്രഡ്സ് കേട്ടോ. ഇവിടെ പർച്ചേസ് ലെഡ്ജറിന്റെ അവിടെ എത്തുമ്പോൾ പർച്ചേസ് ലെഡ്ജർ കൊടുക്കാം. നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റിൽ ഉണ്ടാവും പർച്ചേസ്. ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് ഇവിടുന്ന് ഓൾട്ട് സി അടിച്ച് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് സേവ് ചെയ്യാം. ഒന്നും കൂടെ മനസ്സിലായില്ല. ഇവിടെ വെച്ചിട്ട് ഓൾട്ട് സി അടിക്കാം. അവിടെ നെയിം പർച്ചേസ് കൊടുക്കുക, അണ്ടർ പർച്ചേസ് അക്കൗണ്ട് സേവ് ചെയ്യാം. കൺട്രോൾ അടിച്ച് സേവ് ചെയ്താൽ മതി. ഓക്കെ നെക്സ്റ്റ്. നെക്സ്റ്റ് കൊടുക്കേണ്ടത് നെയിം ഓഫ് ഐറ്റം. ഏത് ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുന്നത്? BPL TV. BPL TV. സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലിസ്റ്റ് വരും കേട്ടോ. ഒന്നുകിൽ സ്പേസ് അടിക്കുക അല്ലെങ്കിൽ ബി എന്ന് അടിക്കുമ്പോൾ തന്നെ ലിസ്റ്റ് വന്നോളൂ. ലിസ്റ്റിൽ BPL TV സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി 10 കൊടുക്കാം. 10 കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ അവിടെ നമ്പേഴ്സ് വരും. നമ്മൾ BPL TV ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് നമ്പേഴ്സ് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പാണ് യൂണിറ്റിന്റെ ആവശ്യം. അവിടെ റേറ്റ് കൊടുക്കാം. മാം പർച്ചേസ് ലെഡ്ജർ അവിടെ ഒന്നും കൊടുക്കണ്ട. അവിടെ എനിക്ക് പർച്ചേസ് വരുന്നില്ലല്ലോ. ഇവിടെ പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെ കൊടുക്കണം, എന്നാലേ ഇവിടെ പർച്ചേസ് വരുള്ളൂ. വേറെ എന്തെങ്കിലും കൊടുത്തിനോ? ഓക്കെ, ആ ലെഡ്ജർ ആദ്യം ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ട് സി അടിച്ചിട്ട് അവിടുന്ന് ക്രിയേറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റിന് ശേഷം റൈറ്റ് എന്താ കൊടുക്കുക? റൈറ്റ് പെർ റേറ്റ് എന്നുള്ളടുത്ത് ആ റേറ്റ് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റേറ്റ് 12,000 കൊടുക്കാം. എൻ്റർ അടിക്കാം. 10 ക്വാണ്ടിറ്റി 10 മാത്രം കൊടുത്താൽ മതി. ക്വാണ്ടിറ്റി 10 കൊടുക്കുക, റേറ്റ് 12,000 എൻ്റർ അടിക്കാം. ഇത്രേ ഉള്ളൂ, എമൗണ്ട് വന്നോളൂ. മാം 10 നമ്പർ കൊടുക്കുമ്പോ തന്നെ ഇൻവോയ്സ് വരുമോ? ആ 10 കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ നമ്പേഴ്സ് വന്നോളൂ. അവിടെ എന്തിനും വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല, ഇൻവോയ്സ് വന്നില്ല. BPL TV എടുത്ത് ഇവിടെ വെച്ചിട്ട് BPL TV ഡബിൾ ക്ലിക്ക് ചെയ്തേ. ഇവിടെ വന്നില്ലേ BPL TVന്റെ ഇവിടെ? ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി അവിടെ വെച്ചിട്ട് തന്നെ കൺട്രോൾ എൻ്റർ അടിച്ചേ. എന്ത് കൺട്രോൾ എൻട്രോ? ആ കൺട്രോൾ എൻ്റർ അടിക്കും. ഓക്കെ, അവിടെ യൂണിറ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടോ നോക്കിയേ. കൊടുത്താണ്. NOS കൊടുത്തിട്ടുണ്ടോ? യെസ്. ഓക്കെ, എസ്കേപ്പ് അടിക്കും. BPL TV സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കാം. 10 കൊടുക്കുക, എൻ്റർ അടിക്കാം. ഓക്കെ, വന്നില്ലേ? നോക്കട്ടെ ഒരു മിനിറ്റ്.
റേറ്റ് വന്നിട്ടില്ല, റേറ്റ് കൊടുക്കണോ? റേറ്റ് കൊടുക്കണം. റേറ്റ് ക്വസ്റ്റ്യനിലൊക്കെ റേറ്റ് കൊടുക്ക്. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. കൺട്രോൾ അടിക്കുക, സേവ് ചെയ്യാം. മിസ് ആ പേജ് ഒന്നുകൂടെ കാണിക്കുമോ? മിസ് നേരത്തെ ചെയ്ത പർച്ചേസിന്റെ ഇത് ഓൾസോ. പ്രൊവൈഡ് GST നോ ആണ് കൊടുക്കുക. ഉം? GST അവിടെ നോ ആണോ? എവിടെ? താഴെ നമുക്ക് എൻ്റർ അടിക്കുമ്പോൾ സേവ് ചെയ്യുന്നു. ഇതൊന്നും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ ഈ ക്വാണ്ടിറ്റി റേറ്റ് മാത്രം നിങ്ങൾ കൊടുക്കുക, എൻ്റർ അടിക്കുക, എമൗണ്ട് വരും. വേറെ ഒന്നും കൊടുക്കണ്ട, സേവ് ചെയ്തോളാം. ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ നോ എന്നായിരിക്കും വരാം. എൻ്റർ അടിച്ച് സേവ് ചെയ്യണ്ട. എൻ്റർ അടിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ ബോക്സ് ആയിട്ട് വരും. ഇങ്ങനെ വരും, ഇങ്ങനൊക്കെ വരും. നിങ്ങൾ ജസ്റ്റ് കൺട്രോൾ അടിച്ചാൽ മതി. കൺട്രോൾ അടിക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് സേവ് ചെയ്യാം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞോ? യെസ് മാം. നെക്സ്റ്റ് നമുക്ക് സെയിൽസ് ചെയ്യണം. സോൾഡ് BPL TV 6 numbers at the rate of 16,000. അതുപോലെ ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ തന്നിട്ട് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ F8 സെയിൽസ് എന്നുണ്ടോ? F8 സെയിൽസ് ഇതിൽ ചെയ്യണം കേട്ടോ. F8 സെയിൽസ്. അക്കൗണ്ട് നെയിം അതിൽ പാർട്ടി അക്കൗണ്ട് നെയിം ക്യാഷ് ആയതുകൊണ്ട്, ക്യാഷ് സെയിൽ ആയതുകൊണ്ട് ക്യാഷ് കൊടുക്കാം. ഇതൊക്കെ സേവ് ചെയ്യാം. കൺട്രോൾ അടിച്ച് സേവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് പോവാം. സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ പാർട്ടി അക്കൗണ്ട് സെയിൽസ് ബാങ്ക് ക്രിയേറ്റ് ആണെങ്കിൽ ചെയ്യാം. ബാങ്കിൽ നിന്ന് കൊടുക്കേണ്ടത്. യെസ്. ക്രെഡിറ്റ് ആരെങ്കിലും കടം വാങ്ങിയതാണെങ്കിൽ അവരെ പേര് ചെയ്തല്ലേ. യെസ്. ഡെറ്റർ ഉണ്ടെങ്കിൽ ഡെറ്ററുടെ പേര് അവിടെ കൊടുക്കുക. ഓക്കെ. സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ സെയിൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് C അടിച്ചിട്ട് സെയിൽസ് ലെഡ്ജർ കൊടുക്കുക. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് സേവ് ചെയ്യാം. സെയിൽസ് ലെഡ്ജറിൽ എന്തായിരുന്നു വരാ? സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ ഓൾട്ട് C അടിച്ച് ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. നെയിം ഓഫ് ഐറ്റം BPL TV അല്ലേ? യെസ്, BPL TV. പ്രൊവൈഡ് GST അങ്ങനെ വരണോ എൻ്റർ അടിച്ചിട്ട് ലാസ്റ്റ്? അത് കൊടുക്കണ്ടേ, നോ കൊടുത്താൽ മതി. ക്വാണ്ടിറ്റി 6,000. ഓക്കെ. 6 കൊടുക്കുക, റേറ്റും കൊടുക്കുക 16,000. 6,000. ചെയ്തിട്ട് സേവ് ചെയ്യട്ടെ മിസ്. സേവ് ചെയ്തോ. കൺട്രോൾ അടിച്ചാൽ മതി. നെക്സ്റ്റ് പർച്ചേസ്. ഇതിലൊരു മെസ്സേജ്, ഡു യു വാണ്ട് ടു സെൻഡ് വൗച്ചർ ഡീറ്റെയിൽസ് ഫോർ ഇ-വേ ബിൽ ജനറേഷൻ? നോ കൊടുത്താൽ മതി. നെക്സ്റ്റും നിങ്ങള് F9 സപ്ലയർ ആണോ? പർച്ചേസ് F9. സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്നുണ്ടാവും, അവിടെ ബിൽ നമ്പർ വന്നിട്ടാ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്കിപ്പോ ക്വസ്റ്റനിൽ ബിൽ നമ്പർ ഒന്നും തരാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൊടുക്കാത്തത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിൽ നമ്പർ ഒക്കെ ഇവിടെ കൊടുക്കാം, വൗച്ചർ ഡേറ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ. ട്രാൻസാക്ഷൻ ഡേറ്റ് എന്നാണോ പർച്ചേസ് നടന്നത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കാം, ആ ബിൽ നമ്പർ ഇവിടെ കൊടുക്കാം. കൊടുക്കും.
നെക്സ്റ്റ് ക്യാഷ് പർച്ചേസ്, ക്യാഷ് കൊടുക്കുക പാർട്ടി നെയിം. പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് സെലക്ട് ചെയ്യുക, നേരത്തെ കൊടുത്ത പോലെ തന്നെ. നെയിം ഓഫ് ഐറ്റം ഒനിഡ 12 നമ്പേഴ്സ്. പർച്ചേസ് ലെഡ്ജർ പർച്ചേസ്. പർച്ചേസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എയ്ഡ്സ് സേവ് ചെയ്യാം. ക്യാഷ് എന്താണത് പറഞ്ഞത്? ക്യാഷ് പാർട്ടി അക്കൗണ്ട് നെയിം എന്താ? ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് പാർട്ടി നെയിം ക്യാഷ് കൊടുക്കും. പർച്ചേസ് അത് കഴിഞ്ഞില്ലേ? പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് കൊടുക്കാം. നെയിം ഓഫ് ഐറ്റം ഒനിഡ കൊടുക്കാം, ക്വാണ്ടിറ്റി റേറ്റ് കൊടുക്കാം, സേവ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞോ? നെക്സ്റ്റ് സെയിൽസ് F8 സെയിൽസിൽ ചെയ്യാം. സോൾഡ് BPL TV 3 അവിടെ നമ്പേഴ്സ്. സെയിൽസ് തന്നെ വരണോ? സെക്കൻഡ് ട്രാൻസാക്ഷൻ എനിക്കൊന്നും സേവ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. സേവ് ആയിട്ടുണ്ടോ? പേജ് പഠിച്ചു നോക്ക്. പേജ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മുന്നേ വീണ്ടും ചെയ്തത് കാണാൻ പറ്റും. അവിടെ പിന്നെയും കാണുന്നത് സെയിൽ തന്നെയാണല്ലോ. ഏ സെയിൽസ് എന്നാണല്ലോ വരുന്നത്. ഏട് ഇപ്പൊ ചെയ്ത പർച്ചേസ് വന്നിട്ടില്ല എന്ന് പറയുന്നത്? പർച്ചേസിന് മുമ്പ് നമ്മൾ സെയിൽസ് ചെയ്തില്ലേ? ഉം അപ്പൊ ഞാന് കൺട്രോൾ അടിച്ചപ്പോ എനിക്കൊന്നും സേവ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കൺട്രോൾ അടിച്ച് കഴിഞ്ഞാൽ സേവ് ആയിട്ടുണ്ടാവും. കൺട്രോൾ അടിച്ചിട്ടില്ലേ? അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ വന്നത് ക്യാഷ്. ഇനി നമ്മള് അടുത്ത് ചെയ്യേണ്ടത് ക്യാഷ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് പിന്നെ സെയിൽസ് ലെഡ്ജർ കാണിക്കുന്ന ഇവിടെ. എവിടെ സെയിൽസ് ലെഡ്ജർ കാണിക്കുന്നത്? ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് വൗച്ചർ. എവിടെയാണ് മനസ്സിലായില്ല. നമ്മൾ സെയിൽസ് ചെയ്തില്ലേ ആദ്യം? ആദ്യത്തെ സെയിൽസ്. അത് എനിക്കൊന്നും അത് അവിടെ റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ മനസ്സിലാവുക? പേജ് പഠിച്ചു നോക്കിക്കോ. പേജ് പഠിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തൊക്കെ കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ ഈ സെയിൽസ് അല്ലേ പറയുന്നത്? പേജ് പഠിച്ചു നോക്ക്, ഇവിടെ കാണാൻ പറ്റും. പേജ് പഠിച്ചിട്ടൊന്നും കാണുന്നില്ല, ആകെ ക്യാഷ് കാണുന്നുള്ളൂ. എവിടെയാണ് ക്യാഷ് എന്ന് പറയുന്നത്? ഇവിടെ സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ ക്യാഷ് വന്നെന്ന് പറയുന്നത്. അതെ, പാർട്ടി നെയിമിന്റെ അവിടെ സെയിൽസിന്റെ അവിടെ അവിടെ ഇപ്പൊ സെയിൽസിന്റെ അവിടെ ഒന്നുമില്ല. പാർട്ടി അക്കൗണ്ടിൽ ക്യാഷ് മാത്രമേ ഉള്ളൂ. എമൗണ്ട് ഒക്കെ വന്നിട്ടില്ലേ? ബാലൻസ് ഈ 1,07,000. ഐറ്റം ഒക്കെ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെയിൽസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ട് സെയിൽസ്. ഇവിടെ ലിസ്റ്റിലുണ്ടോ സെയിൽസ്? ലിസ്റ്റിലില്ല, കാണുന്നില്ല. ക്യാഷ് മാത്രമേ കാണുള്ളൂ. ചെയ്തിട്ടുണ്ടാവില്ല. ഓൾട്ട് CH ക്രിയേറ്റ് ചെയ്യുക. ഓൾട്ട് C അടിക്കുക. സെയിൽസ് നെയിം സെയിൽസ് കൊടുക്കുക, അണ്ടർ സെയിൽസ് അക്കൗണ്ട് കൊടുക്കുക, സേവ് ചെയ്യാം. ഇപ്പൊ സെയിൽസ് വരും. എന്നിട്ട് ഒന്നുകൂടെ സേവ് ചെയ്യാം. കൺട്രോൾ എയ്ഡ്സ് സേവ് ചെയ്യാം. ലാസ്റ്റത്തെ ട്രാൻസാക്ഷനിൽ പിന്നെ നെയിം ഓഫ് ഐറ്റം രണ്ടും ഒരേ ഇതിൽ തന്നെ കൊടുക്കുക. അത് രണ്ട് ട്രാൻസാക്ഷൻ ആയിട്ട് കൊടുക്കണോ? രണ്ടെണ്ണമായിട്ട് കൊടുക്കണ്ട, ഒന്നിൽ തന്നെ ചെയ്താൽ മതി. പാർട്ടി നെയിം ക്യാഷ്, നെയിം സെയിൽസ് ഓൾറെഡി ലെഡ്ജർ. എക്സിസ്റ്റ് കാണിക്കുന്നത്. നെയിം ഓൾറെഡി എക്സിസ്റ്റ് ആണ് അത്ര. അത് മിക്കവാറും സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അണ്ടർ മാറിപ്പോയിട്ടുണ്ടാവും. സെയിൽസ് 1 എന്ന് കൊടുക്കുക, പുതിയ നെയിം. എന്നിട്ട് അതിൽ ചെയ്താൽ മതി. നോക്കട്ടെ. ലാസ്റ്റത്തെ സെയിൽസ് ഇങ്ങനെ ചെയ്യാം. രണ്ടായിട്ടും ഉണ്ടാവും കേട്ടോ, ഒന്നിൽ തന്നെ ചെയ്യാം.
നെഗറ്റീവ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ടോ? പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഫസ്റ്റ് പർച്ചേസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പം പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. അതാ പകുതിക്കുന്ന് പോയില്ലേ, അതുകൊണ്ടാവും. ആര് പോയി പർച്ചേസ് ചെയ്തിട്ടില്ല. ആദ്യം ചെയ്തല്ലോ പർച്ചേസ്, ആദ്യം BPL TV ചെയ്താണ്. ആദ്യത്തെ പർച്ചേസ് ചെയ്തില്ലേ BPL ടിവിയുടെ? അത് ചെയ്തു. പിന്നെ പിന്നെ ഒരു സെയിൽസ് പർച്ചേസ് ചെയ്തു. വന്നിട്ട് ആ പിന്നെ ഒരു പർച്ചേസ് വേണ്ടിട്ട് അത് ചെയ്തോ? അത് ചെയ്തില്ല. നന്നായി അതുകൊണ്ടാ. ചെയ്. അതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമല്ല നമ്മള് ഷോപ്പിലേക്ക് സ്റ്റോക്ക് വരുമല്ലോ, എന്നാലല്ലേ സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിന് ബാക്ക് അടിച്ചിട്ടാണോ ചെയ്യേണ്ടത്? വേണ്ട, ഇത് സേവ് പർച്ചേസ് എടുത്ത് ആവണില്ലല്ലോ. ചെയ്താൽ മതി. F9 പർച്ചേസ് എടുത്തിട്ട് ഉം, പർച്ചേസ് ചെയ്തോ. ഉം, ഈ ഒരു ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യണം കേട്ടോ, എന്നിട്ടേ ചെയ്യാവേ. ഉം, ഉം. ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെയർ ചെയ്യണോ? എന്താ അത് കഴിഞ്ഞിട്ട്? മാം ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? കംപ്ലീറ്റ് ആയോ? Yes. ഓ കംപ്ലീറ്റ് ആയി. ഞാൻ ആൻസർ പറയാം, ചെക്ക് ചെയ്തോ. ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ. ബാലൻസ് ഷീറ്റ് എടുക്കാം. കറക്റ്റ് ആണ്. ട്രയൽ ബാലൻസ് ഒക്കെ ഉണ്ടോ? മിസ്റ്റേക്ക് ഉള്ളവര് പറയാം. എമൗണ്ട് പറയും. ഈ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണമെങ്കിൽ എന്താ വെക്കണ്ടേ? ഓൾട്ട് Alt F1 അടിച്ചോ. F1. കറക്റ്റ് ആണോ എല്ലാവരും ബാലൻസ് ഷീറ്റ്? Yes കറക്റ്റാ. മാം. കറക്റ്റാ. കറക്റ്റാ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാ, ഇപ്പം തിരുത്താം. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. ഓൾട്ട് F1 ഡീറ്റെയിൽ ആയിട്ട് വേണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടോട്ടല് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് 2,88,000 സെയിൽസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണാൻ പറ്റും ഇവിടെ. നെറ്റ് പ്രോഫിറ്റ് 76,000 കിട്ടിയിട്ടില്ലേ? Yes, ma'am. കിട്ടി. പക്ഷെ മിസ്സിനെ പോലെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ചെയ്യാൻ. മിസ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടില്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം Alt F1. അടുത്തത് അങ്ങനെ ഇല്ല. അതിന് തന്നെ ഓൾട്ട് F8 അടിക്കാൻ പറഞ്ഞു. ഓൾട്ട് F1 അടിച്ചാൽ മതി. ഇനി ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ട്രയൽ ബാലൻസ് ഓൾട്ട് F1 അടിക്കുക. 4,88,000 കിട്ടിയില്ലേ? കറക്റ്റാ. എല്ലാവർക്കും കറക്റ്റ് ആണല്ലോ? Yes. Yes മാം. കറക്റ്റ്. സിനാൻ, ക്യാഷ് ഇൻ ഹാൻഡ് കറക്റ്റാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 76,000 കിട്ടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റ് ടോട്ടൽ. കേൾക്കുന്നില്ല. P&L മിസ്റ്റേക്ക് അക്കൗണ്ട് ഉണ്ടോ? 76,000 കിട്ടിയിട്ടുണ്ട്. മിസ്റ്റേക്ക് ഇല്ല, മിസ്റ്റേക്ക് ഇല്ല. ക്യാഷോ? ഓക്കെ ഏതാണ്? ഓക്കെയാണ്, മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ. ഇതില് ഈ നമ്മള് ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ചെയ്ത പോലെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഓൾട്ട് C അടിച്ചിട്ടും ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. അങ്ങനെയും ചെയ്യാം.
ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? യെസ്. ഓക്കെ ശരി യെസ് മാം സെറ്റാവും. ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം. ഉം ചെയ്യാലോ? ഇത് ചെയ്യാം. യെസ്. ക്വസ്റ്റ്യൻ അയക്കുന്നുണ്ട് കേട്ടോ. ട്രയൽ ബാലൻസ് എങ്ങനെ എടുക്കല്ലേ? ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സിൽ വരും. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റത്തത് ക്യാപിറ്റൽ റുപ്പീസ് 1 lakh, സാലറി പെയ്ഡ് 2000, വേജസ് പെയ്ഡ് 1000, റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ് 1200, ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് NMG. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് F4 കോൺട്രയിലാണ് ചെയ്യുക കേട്ടോ. അത് സാർ പറഞ്ഞില്ലേ ക്ലാസ്സിൽ? പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന്റെ എല്ലാ ഇടപെടലും കോൺട്രയിലാണ് ചെയ്യുന്നത്. ബാങ്കിന്റെ എല്ലാ ഇടപാടുകളല്ല, ഡെപ്പോസിറ്റ് വിഡ്രോവൽ മാത്രം കേട്ടോ. ഏത്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് മാത്രമാണ് കോൺട്ര കേട്ടോ. നെക്സ്റ്റ് പർച്ചേസ്ഡ് ACC സിമന്റ്, അത് പർച്ചേസിൽ ചെയ്യുക. ക്രെഡിറ്റ് പർച്ചേസ് ആണ് കേട്ടോ. 1000 നമ്പേഴ്സ് @ 122 റഹീം ട്രേഡേഴ്സ്. റഹീം ട്രേഡേഴ്സിന്റെ അടുത്ത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ACC സിമന്റ്. നെക്സ്റ്റ് സോൾഡ് ACC സിമന്റ് 300 @ 152 അജയ് ട്രേഡിംഗ്. അജയ് ട്രേഡിങ്ങിന് നമ്മൾ കടത്തിന് വിറ്റതാണ്, ക്രെഡിറ്റ് സെയിൽ ആണ്. നെക്സ്റ്റ് നോക്കാം, ചെക്ക് ഇഷ്യൂ ടു റഹീം ട്രേഡേഴ്സ് ₹10,000. നമ്മൾ റഹീമിന്റെ അടുത്ത് നിന്ന് കടത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റഹീം ട്രേഡേഴ്സിന് പിന്നെ നമ്മൾ ചെക്ക് കൊടുക്കുന്നതാണ്. അതിൽ ബ്രാക്കറ്റിൽ നമുക്ക് ചെക്ക് നമ്പർ തന്നിട്ടുണ്ട്, NMG ബാങ്കിന്റെ. ഓക്കെ. നെക്സ്റ്റ് ചെക്ക് റിസീവ്ഡ് ഫ്രം അജയ് ബാങ്ക് SBT ₹15,000. അതായത് നമ്മൾ അജയ്ക്ക് സാധനങ്ങൾ കടത്തിന് വിറ്റിട്ടുണ്ട്, അപ്പൊ അജയ് നമുക്ക് ചെക്ക് തരുന്നതാണ്. ഓക്കെ, SBT ബാങ്കിന്റെ ചെക്ക് തരുന്നത്. നെക്സ്റ്റ് സാലറി പെയ്ഡ് ബൈ ചെക്ക്, SBT ബാങ്കിന്റെ ചെക്ക് നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് റെന്റ് റിസീവ്ഡ് ബൈ ചെക്ക്. ഒരുപാട് ചെക്ക് ഇടപാടുകൾ ഉണ്ട്, ബാങ്ക് ഇടപാടുകൾ ഉള്ളതാണ് ഈ ട്രാൻസാക്ഷൻ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഇത് ഹോംവർക്ക് ആക്കിയല്ലേ? ഹോംവർക്കോ? ഹോംവർക്ക് എന്നിട്ട് നിങ്ങൾ എല്ലാരും തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ ആൻസർ ഇരുന്ന് ചെക്ക് ചെയ്യണ്ടേ? കമ്പനി എടുക്കാം, പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ജസ്റ്റ് ഒരു കമ്പനി നെയിം കൊടുക്കാം. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത കമ്പനി, ആദ്യം ചെയ്ത കമ്പനി ഷട്ട് ചെയ്യാം കേട്ടോ. കമ്പനി എടുക്കാം, ഷട്ട് എടുക്കാം, എന്നിട്ട് സാം ട്രേഡേഴ്സ് മാത്രം ആക്കി വെക്കാം. ഇതില് യൂണിറ്റ് സ്റ്റോക്ക് ആയിട്ടൊന്നും ഇല്ലല്ലോ? യൂണിറ്റ് സ്റ്റോക്ക് ആയിട്ട് എല്ലാം ഉണ്ട്. നമുക്ക് അതൊക്കെ അവിടെ നിന്ന് ഓൾട്ട് CADS ക്രിയേറ്റ് ചെയ്യാം കേട്ടോ.
ഇവിടെ ഓക്കെ. ഐറ്റം ഏതാണ്? വൗച്ചർ സ്റ്റോക്ക് എടുത്ത് ഐറ്റം ചെയ്യല്ലേ? വൗച്ചർ. വൗച്ചർ എടുത്ത് ചെയ്യല്ലേ? ആ വൗച്ചർ എടുത്ത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമ്പർ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോക്ക് ഐറ്റം ആദ്യം ക്രിയേറ്റ് ചെയ്യണം, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഓരോന്നും എടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ACC സിമെന്റ് നമ്പേഴ്സിലാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇപ്പൊ യൂണിറ്റ് ക്രിയേറ്റിൽ പോയിട്ട് യൂണിറ്റ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം ACC സിമെന്റ് ഉണ്ട്, പിന്നെ അതാണ് അതേ ഉള്ളൂ. സ്റ്റോക്ക് നമുക്ക് ഐറ്റം ACC സിമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ എങ്ങനെയാ ചെയ്യണത്? ആദ്യം എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യേ? എല്ലാം ഓരോന്ന് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് വൗച്ചറിൽ പോയിട്ട് നേരെ ചെയ്താൽ മതി. ഡയറക്റ്റ് ചെയ്യാം, അവിടുന്ന് ഓൾട്ട് CRC ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ. കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വൗച്ചേഴ്സ് എടുക്കാം. എങ്ങനെ ചെയ്യാം? ആദ്യം എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടും ചെയ്യാം, ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ചെയ്യാനും പറ്റും. ഓൾട്ട് C അടിക്കാം, അങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാനും. ഫസ്റ്റത്തത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ ചെയ്യാം. റെസീറ്റ് എടുക്കാം, ക്രെഡിറ്റ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്തോ. ഓൾട്ട് C അടിക്കാം, നെയിം ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഉം. 1 lakh. ഡയറക്റ്റും ഇൻഡയറക്റ്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. സാലറി ഇപ്പൊ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്? സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ അതൊക്കെ ഫസ്റ്റത്തെ തിയറി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. കേട്ടിട്ടില്ല? വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? ഈ എറർ Wages കാണിക്കുന്ന direct ഡേറ്റ് expense. സെറ്റ് ചെയ്യാത്തോണ്ടാണോ? ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തോട്ടാ. ഫസ്റ്റ് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ആ, എവിടെ ഡേറ്റ് എങ്ങനെയായിരുന്നു? ആണോ? ഓൾട്ട് F2. ആ, 1st April 2026 to 31st March 2027 എന്നാണോ ഡേറ്റ് നോക്കുക. അതല്ലെങ്കിൽ സേവ് ആവില്ല. ആൾട്ട് F2. ഓൾട്ട് F2 ചേഞ്ച് പീരീഡ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് നമ്മുടെ പർച്ചേസിനോ പ്രൊഡക്ഷനോ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന എക്സ്പെൻസസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫാക്ടറി എക്സ്പെൻസസ്, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എക്സ്പെൻസസ്, ക്യാരേജ് ഇൻവാർഡ്, ക്യാരേജ് ഔട്ട്വാർഡ്. നമ്മൾ ഫസ്റ്റത്തെ വേജസ് ട്രാൻസാക്ഷൻ പിന്നെ റെസീപ്റ്റിൽ ചെയ്യണത് ക്രെഡിറ്റിലല്ലേ ക്യാപിറ്റൽ വരിക? ക്രെഡിറ്റ് ക്യാപിറ്റൽ, ഡെബിറ്റ് ക്യാഷ്. മിസ് സാലറി പേയ്മെന്റിലാ? സാലറി പേയ്മെന്റിൽ. ഓക്കെ. ഇത് മനസ്സിലാകാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ടിപ്സ് ആൻഡ് ട്രിക്സ്? ഏത് മനസ്സിലാവാൻ? ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അതാ ഞാൻ പറഞ്ഞത്. അതിന് ടിപ്സ് ഒന്നും ഇല്ല, അതിന്റെ മീനിങ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ പർച്ചേസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഇതിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് വരുന്നതാണ് വേജസ്, ക്യാരേജ് ഇൻവാർഡ്, ക്യാരേജ് ഔട്ട്വാർഡ് ഒക്കെ. വേജസ് എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടറിയിൽ വേജസ് വർക്കേഴ്സിന് കൊടുക്കുന്ന എന്താണ് റിവാർഡാണ് എന്ത് വേജസ്. നേരെ മറിച്ച് സാലറി എന്താണ്? സാലറി എന്ന് പറയുന്ന ഓഫീസ് സ്റ്റാഫിനൊക്കെ കൊടുക്കുന്നതാണ്. പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടാണ് വേജസ് ഒക്കെ. പ്രൊഡക്ഷൻ ചെയ്യുന്നത് അവിടുത്തെ വർക്കേഴ്സ് ആണ് ഫാക്ടറിയിൽ, അവർക്ക് കൊടുക്കുന്ന എക്സ്പെൻസ്. അതുപോലെ തന്നെ ഫാക്ടറിയിലെ പിന്നെ ഇലക്ട്രിസിറ്റി, പിന്നെന്താണ് ഫ്യൂവൽ എക്സ്പെൻസ്, മെഷീനറിന്റെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചാർജ്, അതൊക്കെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിൽ പെടുത്താം, ഓ പ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ പർച്ചേസിന്റെ ഇതിൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ക്യാരേജ് ഇൻവാർഡ്, ക്യാരേജ് ഔട്ട്വാർഡ് ഒക്കെ. ഓ നമ്മളിപ്പോ പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ ഗോഡൌണിലേക്ക് സാധനം എത്തിക്കണ്ടേ, അപ്പൊ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്, യെസ്, അതൊക്കെയാണ് ഈ ക്യാരേജ് ഇൻവാർഡിലൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് അതൊക്കെ ആയിട്ട് വരും. ഫ്രൈറ്റ്, ഓക്കെ. ഇപ്പൊ ഫ്രൈറ്റ് എന്ന് പറയുന്നത് ഇൻകത്തിന്റെ കുറച്ച് കേസിലോ? ദൂരം എന്നൊക്കെ. ഇൻകത്തിന്റെ കേസില് ഇൻകത്തില് മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് സെയിൽസിൽ, പിന്നെ വരുന്നത് പിന്നെ റെന്റ്. എന്തെങ്കിലും വേജ് ഫിക്സഡ് അസറ്റ്സ് സെയിൽ ചെയ്യുന്ന നമ്മുടെ കമ്പനിയിലുള്ള അല്ലെങ്കിൽ ഷോപ്പിലുള്ള ഫിക്സഡ് അസറ്റ്സ് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് ഉണ്ടാവുമല്ലോ, ഓ
അതാണ് ഡയറക്റ്റ് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. വേറെ ഒന്നും കാര്യമായിട്ട് വരുന്നില്ല. വേജസും ഇൻഡയറക്റ്റ് എക്സ്പെൻസാ? ഡയറക്റ്റ്. ഡയറക്റ്റ് എക്സ്പെൻസ്. ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേയ്മെന്റിൽ സാലറി, വേജസ് ചെയ്യാം. സാലറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ? യെസ്. ഞാനിത് നൈറ്റ് ചെയ്ത് അയച്ചാൽ സാലറി ഇല്ലാത്തത് ഇവിടുന്ന് ഓൾട്ട് സിയേഴ്സിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ഞാൻ ഗ്രൂപ്പില് ഫോട്ടോ അയച്ചിട്ടുണ്ട്, എറർ കാണിക്കുന്നേ. സാലറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് പേയ്മെന്റിലല്ല വരിക? പേയ്മെന്റ് അതില് ഇങ്ങനെ മാത്രം കാണിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. ആ സ്ക്രീൻ ഫുൾ ആയിട്ട് ബൈന്റെ അടുത്ത് സെയിൽസ് കൊടുത്തോണ്ട ക്യാഷ് ആയിരിക്കും അല്ലെ? ഏത്? ഞാന് ബൈ അതായത് ഡെബിറ്റിന്റെ അടുത്ത് സെയിൽസ് എസ് അടിച്ചോണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവും. ക്യാഷ് അല്ലേ വരുക? അല്ല, ക്യാഷ് ക്രെഡിറ്റ് തന്നെയല്ലേ? ഏതാ ചെയ്യുന്നത്? സാലറിയാ? ആ, സാലറി അക്കൗണ്ട് ടു ക്യാഷ്. സാലറി ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ബൈ എന്ന് പറയുമ്പോ അത് ബൈ ഡെബിറ്റാ? ബൈ ടു അങ്ങനെയാണോ വരുന്നത്? ആ, ബൈ ടു. ഇവിടെ കോൺഫിഗർ കണ്ടോ? F12 കോൺഫിഗർ താഴെ ആ ആ ആ അതെടുക്കാം. അതെടുത്തിട്ട് യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 2 ബൈ എന്നാണ്ടോ? യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് CR ഇൻസ്റ്റെഡ് ഓഫ് 2 ബൈ ഡ്യൂറിംഗ് വൗച്ചർ എൻട്രി. അത് യെസ് ആക്കി കൊടുക്കാം. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ മിസ്സേ? വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്. മിസ് റെന്റ് റിസീവ്ഡ് റെസീറ്റിലല്ലേ വരിക? റെന്റ് റിസീവ്ഡ് റെസിപ്റ്റ്. അത് ഏത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്? റെന്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം. ഓക്കെ. ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടു റെന്റ് റിസീവ്ഡ്. ഇതൊക്കെ റെസിപ്റ്റിലാണോ ചെയ്യുക? ഒക്കെ റെസിപ്റ്റിലല്ല, ബിസിനസ്സിലേക്ക് വരുന്നത്, ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നതൊക്കെ റെസിപ്റ്റിൽ ചെയ്യാം. ബിസിനസ്സിന് പോകുന്നതൊക്കെ അപ്പോ പേയ്മെന്റിൽ ഈ ചെയ്യാം. വേജസ് ഒക്കെ പേയ്മെന്റിലാ വരാ? വേജസ് ഒക്കെ പേയ്മെന്റിൽ. റെസിപ്റ്റിലാണ് ചെയ്തു വെച്ചെങ്കിൽ മുന്നത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? കേട്ടിന് പക്ഷെ ഓടിയിട്ടില്ല. പേയ്മെന്റ് ഒക്കെ നമ്മള് അങ്ങോട്ട് പോകുന്നതൊക്കെ ബിസിനസ്സിന് ക്യാഷ് പോകുന്നതൊക്കെ പേയ്മെന്റിൽ ചെയ്യാം. ബിസിനസ്സിലേക്ക് വരുന്നതൊക്കെ റെസിപ്റ്റിൽ ചെയ്യാം. പിന്നെ റെസിപ്റ്റിലാണ് ചെയ്തു വെച്ചെങ്കിൽ പേജപ്പ് അടിക്കുമ്പോൾ റെസിപ്റ്റ് ചെയ്തു വെച്ചത് ഇവിടെ തന്നെ പേയ്മെന്റ് ആക്കി കഴിഞ്ഞാൽ അത് പേയ്മെന്റിലോട്ട് പോയിക്കോളും. എന്നിട്ട് സേവ് ചെയ്താൽ മതി, കൺട്രോൾ അടിച്ചാൽ മതി, ഒന്നുകൂടെ ചെയ്യൊന്നും വേണ്ട. ഈ ഡിപ്പോസിറ്റഡ് ടു ബാങ്ക് NMG അതെന്താ കോൺട്രയില്ല? ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് NMG കോൺട്ര F4 കോൺട്ര എടുക്കാം. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചാനൽ എൻട്രി വരാം? ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്. യെസ്, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. മിസ്സേ കോൺഫിഗറിൽ ഏതാ യെസ് അടിക്കണ്ടേ? കോൺഫിഗറിൽ യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 2 ബൈ ഡ്യൂറിംഗ് വൗച്ചർ എൻട്രി. Mr. Purchased ACC cement 1000 number at 122 Rahim Traders. അപ്പൊ റഹീം ട്രേഡർ നമുക്ക് സൺട്രി ക്രെഡിറ്റർ അല്ലേ? ക്രെഡിറ്റർ, യെസ്. ബാങ്ക് ഫിക്സഡ് അണ്ടർ ബാങ്ക്. ബാങ്ക് അക്കൗണ്ട് അണ്ടർ ബാങ്ക് അക്കൗണ്ട്. ബാങ്കിന്റെ പേര് കൊടുക്കണം കേട്ടോ, NMG ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് NMG.
അതെങ്ങനെയാ? ഉം. ബാങ്ക് ഓൾറെഡി കൊടുത്തു. അതെങ്ങനെയാ? ഇവിടെ ടൈപ്പ് ചെയ്താൽ മതിയോ? ഇത് നമുക്ക് ആ മാറ്റാൻ പറ്റും. ഇതല്ലേ മാറ്റട്ടെ, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അതപ്പോ സെലക്ട് ആയിട്ട് വരും. ഇവിടുന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. അപ്പൊ അത് ഓൾട്ടർ ചെയ്യാൻ പറ്റും. എങ്ങനെ ഒന്നുകൂടെ കണ്ടില്ല. ഇവിടെ സെലക്ട് ആയിട്ട് വന്നു കഴിഞ്ഞാല് ആ ഡബിൾ ക്ലിക്ക് ചെയ്ത് മതി. എന്നാലും അവിടെ സെലക്ട് ആയിട്ട് വന്നില്ലേ? ആ സെലക്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇത് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ബാങ്ക് NMC ആക്കി കൊടുത്തോ, എന്നിട്ട് സേവ് ചെയ്തോ. ഇത് ഇനിയും സേവ് ആക്കണോ? ആ സേവ് ആക്ക്. മിസ് അടുത്തത് പർച്ചേസ് അല്ലേ പേജ്? അടുത്ത പർച്ചേസ് F9 എടുക്കാം. പാർട്ടി നെയിം റഹീം ട്രേഡേഴ്സ് കൊടുക്കാം. ഓക്കെ. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ്. പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാം. അല്ല, ലെഡ്ജർ ക്രിയേഷൻ അവിടെ അപ്പം റഹീം ഉണ്ടാക്കണ്ടേ? ആ റഹീം കൊടുക്കുക, നെയിം കൊടുക്കുക, അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ കൊടുക്കുക. മിസ് അതില് ക്വാണ്ടിറ്റി ആണോ 120? 120 ക്വാണ്ടിറ്റി അല്ല, 1000 നമ്പേഴ്സ്. 1000 ആണ് ക്വാണ്ടിറ്റി, 120 റേറ്റ്. ഓക്കെ ഓക്കെ. എൻട്രി ക്രെഡിറ്റേഴ്സാ റഹീം ട്രേഡേഴ്സ്? ക്രെഡിറ്റേഴ്സ്. പർച്ചേസ് ₹120 ഇപ്പൊ സിമെന്റ് ഇല്ല, അതൊക്കെ പണ്ടത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അങ്ങനെ റേറ്റ് കൊടുത്താണ് കേട്ടോ. ഓക്കെ. പർച്ചേസ് ലെഡ്ജറിന്റെ അവിടെ എന്താ വരിക? പർച്ചേസ് ഇതിന്റെ ലെഡ്ജറിന്റെ അവിടെ പർച്ചേസ് കൊടുക്കുക, അണ്ടർ പർച്ചേസ് സേവ് ചെയ്യാം. മിസ് റഹീം ട്രേഡേഴ്സിന്റെ അണ്ടറിൽ എന്താ വരിക? സൺട്രി സെൻട്രൽ ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് അല്ല? ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്യാഷ് കൊടുക്കാനില്ലേ അതില്? തെറ്റിട്ട് കൊടുത്തിട്ടുണ്ടോ? ആ, ഒന്നുമില്ല. ഇവിടെ റഹീം ട്രേഡേഴ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ എൻ്റർ അടിക്കാം, എന്നിട്ട് മാറ്റി കൊടുത്തു. പർച്ചേസിൽ നെയിം ഓഫ് ഐറ്റം ACC സിമെന്റാ? നെയിം ഓഫ് ഐറ്റം നമ്മളിവിടെ ജസ്റ്റ് സ്പേസ് അടിക്കുമ്പോൾ സ്റ്റോക്ക് ഐറ്റം ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻഡ് ഓഫ് ലിസ്റ്റ് എന്നിട്ട് കാണിക്കും. ഇവിടെ ചെയ്യാൻ എന്ത് ചെയ്യാം, ഹോൾട്ട് C അടിക്കാം, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെയിം ACC സിമെന്റ്. എന്തത്? അണ്ടർ ഒന്നും കൊടുക്കണ്ട, യൂണിറ്റ് കൊടുക്കണം കേട്ടോ. യൂണിറ്റിന്റെ അവിടെ എല്ലാരും എത്തിയോ? എല്ലാരും പർച്ചേസ് എത്തിയില്ലേ? ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? ഒന്നിച്ച് പറഞ്ഞുതരാം. മിസ് ഞാൻ ഒരു ഫോട്ടോ എറർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഫോട്ടോ Error വന്നു. വാട്സപ്പിലേക്ക്. ആ വൗച്ചർ ടോട്ടൽസ് ഡു നോട്ട് മാച്ച്. ഇങ്ങനെ എറർ മാത്രമേ കാണിച്ച് എനിക്ക് മനസ്സിലാവില്ല, സ്ക്രീൻ മൊത്തം കാണിക്കും. എസ്കേപ്പ് അടിച്ചിട്ട് ആ സ്ക്രീൻ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ച്.
മെസ്സേജ് എന്തുകൊണ്ടാ? കേട്ടെ. ഇനി മുന്നേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതെല്ലാം എഴുതിയിട്ടില്ലോ. യെസ്. ഈ ഒരു പർച്ചേസ് അല്ലേ എഴുതിയിട്ടില്ല. മിസ് ഇതിനു മുന്നേ അടുത്ത് ഇതിൽ കൺട്രോൾ. റേറ്റ് 120 ആണോ സിമെന്റ്? യെസ്. S120 റേറ്റ് അല്ല, സിമെന്റ് ക്വാണ്ടിറ്റി വരുന്നത് 1000, റേറ്റ് റേറ്റ് ആണ് റേറ്റ് 120. 120. ഓക്കെ. റേറ്റ് 120യാ? റേറ്റ് 120. ഇല്ല, അതിനു മുന്നേ ഞാൻ ചെയ്തിന്, പക്ഷെ ആ കൺട്രോൾ ആയിട്ടില്ല, സേവ് ആയിട്ടുണ്ടായിട്ടില്ല. നെക്സ്റ്റ് സെയിൽസിൽ ചെയ്യാല്ലേ ഈ പർച്ചേസ് കഴിഞ്ഞിട്ടുള്ളത്. ഉം. ഓൾഡ് സിമെന്റ്. അസ്ല ഒന്ന് പേജ് പഠിച്ച് നോക്കി നോക്കിയാൽ സേവ് ആയിനോന്ന്. ഇല്ല, സേവ് ആയിട്ടില്ല, ഞാൻ നോക്കി. ഓക്കെ ഓക്കെ. ഒന്നും കൂടി ചെയ്ത് നോക്കട്ടെ. ഇത് അഡാപ്റ്ററാ? ഇതില് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലാണ്ട് മിസ്റ്റേക്ക് വരൂല. ഡെബിറ്റ് ക്രെഡിറ്റ് വ്യത്യാസമുണ്ട്. ഇതിൽ അജയ് സൺഡേ ഡെപ്റ്റേഴ്സ് ആണോ? ആ, ഡെപ്റ്റേഴ്സ്. പേജ് പഠിച്ചു നോക്കിയേ. ഇത്രയും ട്രാൻസാക്ഷൻ തന്നെയല്ലേ നോക്കിയേ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ വന്നിട്ടുണ്ടോ നോക്ക്. ഇല്ല, നോക്കി, ഒന്നുമില്ല. ഞാൻ ഒന്നുകൂടി ചെയ്ത് നോക്കട്ടെ. നെറ്റ് പഠിച്ചിട്ട് ബാക്കിൽ വന്നിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കിയത് ആ പർച്ചേസ്. ഓക്കെ. ആ, സേവ് ആയി. സേവ് ആയോ? സെയിൽസ് അണ്ടർ സെയിൽസ് അല്ലേ വരിക? സെയിൽസ് അണ്ടർ സെയിൽസ്. സേവ് ആയി. നേരത്തെ അല്ലേ? ഇതിൽ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിൽ AC സിമെന്റ് നെയ്മാ, ഇതിൽ യൂണിറ്റ്സാ കൊടുക്കണ്ടേ അല്ലേ? അവിടെ സെയിൽസ് വീണ്ടും AC സിമെന്റ് ക്രിയേറ്റ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് AC സിമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ. പക്ഷെ അവിടെ അല്ല സ്റ്റോക്ക് ഐറ്റം, പക്ഷെ അവിടെ എറർ കാണിച്ചു. പിന്നെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെയിം ഓഫ് ഐറ്റത്തിന്റെ അവിടെ ACC സിമെന്റ് ക്രിയേറ്റ് ചെയ്യണ്ട, വീണ്ടും ലിസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വരുന്ന സമയത്ത് ലിസ്റ്റിൽ വരുമല്ലോ, കണ്ടോ. ACC സിമെന്റ് നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കൊടുത്താൽ മതി. എവിടെയാ ഒന്നുകൂടി നോക്കട്ടെ. മിസ് അടുത്തത് നെക്സ്റ്റ് സെയിൽസ് വരെ ചെയ്ത എല്ലാരും. ആ ചെയ്തു.
ചെക്ക് ഇഷ്യൂ ടു റഹീം ട്രേഡേഴ്സ്. നമ്മൾ റഹീം ട്രേഡേഴ്സിന് ചെക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ കൊടുക്കുന്നതൊക്കെ ഏതിൽ ചെയ്യണം? പേയ്മെന്റ് F5 പേയ്മെന്റ്. നമ്മള് അജയ് ട്രേഡിങ്ങിന് ചെക്ക് കൊടുക്കുന്ന സമയത്ത് ഏത് ചെക്കാണ് കൊടുക്കുന്നത്? ഏത് ബാങ്കിന്റെ? NMG ബാങ്കിന്റെ ചെക്ക് കൊടുക്കുന്നു. അങ്ങനെ ജേണൽ എൻട്രി വരാം. ഇതിന് മുമ്പത്തെ ട്രാൻസാക്ഷൻ ഒന്നും കൂടെ ക്യാഷ് അജയ് ട്രേഡിംഗ് അക്കൗണ്ട് ടു റഹീം ട്രേഡേഴ്സ് അക്കൗണ്ട് ടു NMG ബാങ്ക്. അങ്ങനെ കൊടുക്കണം കേട്ടോ പേയ്മെന്റില്. റഹീം ട്രേഡേഴ്സ് ഡെബിറ്റ് ക്രെഡിറ്റ് NMG ബാങ്ക്. ഇത് നമ്മൾ എവിടെ എത്തിയെന്ന് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇപ്പത്തെ ജാലൻട്ട് ഒന്നും പറയുന്നു സാർ. സെയിൽസിലെ നമ്പർ സെയിൽസ് എല്ലാം ചെയ്തില്ല. ഇല്ല, സെയിൽസിലാണ് ഇപ്പൊ നിക്കണത്. ചെയ്ത് കഴിഞ്ഞു സെയിൽസ്. ഇല്ല, സെയിൽസ് ഒന്ന് പറഞ്ഞുതരോ? എന്തോ സെയിൽസ് ഇവിടെ പാർട്ടി നെയിം കൊടുക്കാം, അജയ് ട്രേഡിങ്. ഇവിടെ സെയിൽസ് കൊടുക്കാം. കൊടുത്തിനോ? അജയ്ന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അജയ് കുഴപ്പമില്ല. അജയ്ന്ന് കൊടുത്തില്ലേ? അണ്ടർ സൺട്രി ഡെപ്റ്റർ കൊടുത്തിട്ടില്ലേ? എന്താ അണ്ടർ കൊടുത്തേ? അണ്ടർ ഇതെങ്ങനെ കാണാ? അണ്ടർ ഡെപ്റ്ററിന്റെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, സെലക്ട് ആവും. എന്നിട്ട് കൺട്രോൾ എൻ്റർ അടിച്ച് ഇവിടെ അണ്ടർ സൺട്രി ഡെപ്റ്റർ എന്നാന്ന് നോക്ക്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടാവുന്നില്ല. പിന്നെ അതല്ല, ഇവിടെ സെലക്ട് ആയി കിടക്കാം. ഇവിടെ സെലക്ട് ആക്കുക അജയ് ട്രേഡിംഗ്. എന്നിട്ട് കൺട്രോൾ എൻ്റർ അടിക്കാം. ഡെപ്റ്റേഴ്സ് തന്നെ അല്ലേ? ഓക്കെ, എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വാ. ഇവിടെ സെയിൽസ് കൊടുക്കാം. അണ്ടർ സെയിൽസ് അക്കൗണ്ട് കൊടുത്തിട്ടില്ലേ? കൊടുത്തു. ഓക്കെ, ഇനി എൻ്റർ അടിച്ചിട്ട് ഇവിടെ വരുമല്ലോ. ഇവിടെ നമുക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് വരും. ഇവിടെ ഇതാ കണ്ടോ, ലിസ്റ്റ് വന്നിട്ടില്ലേ? നമ്മൾ നേരത്തെ ACC സിമെന്റ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്വാണ്ടിറ്റി കൊടുക്കുക, റേറ്റ് കൊടുക്കുക, സേവ് ചെയ്യാം. മാം ആ ചെക്കിന്റെ ഒന്ന് പറഞ്ഞു. പറയാം എല്ലാം ചെയ്യട്ടെ കേട്ടോ. അല്ലെങ്കിൽ അവര് സ്ലോ ആവുന്നവർക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ അവര് അവിടെ സ്റ്റക്ക് ആവും. ഓക്കെ മാം. ക്വാണ്ടിറ്റി കൊടുക്കുക, റേറ്റ് കൊടുക്കുക, സേവ് ചെയ്യാം. ചെയ്തോ? ഓക്കെ, ഇനി ചെക്ക് കൊടുക്കുന്നതൊക്കെ നമ്മള് ചെക്ക് കൊടുക്കുന്നത്, ക്യാഷ് കൊടുക്കുന്നതൊക്കെ പേയ്മെന്റിലാണ് ചെയ്യേണ്ടത്. F5 പേയ്മെന്റ് എടുക്കുക. പേയ്മെന്റില് നമ്മൾ റഹീം ട്രേഡേഴ്സിന് NMG ബാങ്കിന്റെ 10,000 ചെക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ റഹീം ട്രേഡേഴ്സിന് ഡെബിറ്റ് ചെയ്യാം. റഹീം ട്രേഡേഴ്സ് 10,000. ഇവിടെ കാണിക്കുന്നത് കറന്റ് ബാലൻസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ റഹീം ട്രേഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. ഇവിടെ 1,20,000 കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇങ്ങനെ ഒരു ബോക്സ് വരും, അതൊക്കെ എൻ്റർ അടിച്ച് വിടാം. ഒന്നും കൊടുക്കണ്ട. അവിടെ നമുക്കൊന്നും കൊടുക്കാനില്ല. ക്രെഡിറ്റ് NMG ബാങ്ക് കൊടുക്കുക, ബാങ്ക് NMG ഇത്രയും കൊടുക്കുക, സേവ് ചെയ്യാം. ഇവിടെ ആയിട്ടില്ല. ഇവിടെ ചെക്ക് നമ്പർ ഇവിടെയാണ്. ഇൻസ്ട്രുമെന്റ് നമ്പർ എന്നുണ്ടോ? ചെക്ക് റേഞ്ച് താഴെ INST നമ്പർ ഇൻസ്ട്രുമെന്റ് നമ്പർ ആണ്. ഇവിടെയാണ് ചെക്ക് നമ്പർ കൊടുക്കേണ്ടത്. ചെക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ബാങ്ക് NMG കൊടുത്തിട്ട് എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ബോക്സ് വരും. അയ്യോ,
അപ്പൊ എവിടെയാ കൊടുക്കണ്ട? എന്നിട്ട് എൻട്രി അടിക്കല്ലേ? ഇവിടെ നമ്മൾ ബാങ്ക് NMG കൊടുത്ത് എൻട്രി അടിക്കുന്ന സമയത്ത് ചെക്ക് യെസ്. നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഇപ്പൊ കൊടുക്കണ്ട. ഡേറ്റ് കൊടുക്കാണ്ടെങ്കിൽ ചെക്കിനും ഡേറ്റും ഒക്കെ ഇവിടെ കൊടുക്കാം. നമുക്ക് എൻട്രി അടിക്കുക, സേവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ. ചെക്ക് റേഞ്ചിന്റെ അവിടെ ആ നമ്പർ കൊടുക്കണ്ടേ? ഉം. ചെക്ക് നമ്പർ കൊടുക്കാനല്ലേ ഇപ്പൊ പറഞ്ഞേ? നമ്മൾ ക്രെഡിറ്റ് ബാങ്ക് NMG കൊടുക്കുന്നില്ലേ? NMG കൊടുത്തിട്ട് ആ. എൻട്രി അടിക്കുന്ന സമയത്ത് ചോദിക്കും ബോക്സിൽ. ട്രേഡേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയല്ല കൊടുക്കണ്ടേ? ഇതൊന്ന് കാണിച്ചു ട്രേഡേഴ്സ് ഓക്കെ. ഇവിടെ ചെക്കിന്റെ അടുത്ത് വരും. ഇവിടെ എൻട്രി അടിക്കുക, എമൗണ്ട് എൻട്രി അടിക്കുക, ഇൻസ്ട്രുമെന്റ് നമ്പർ ഇവിടാണ് കൊടുക്കേണ്ടത്. ഇൻസ്ട്രുമെന്റ് അങ്ങനെ ബോക്സ് വന്നില്ലല്ലോ. അങ്ങനെ ഒരു ബോക്സ് വന്നില്ല എനിക്ക്. വന്നില്ലേ? ചെക്ക് വരും. ബാങ്ക് NMG കൊടുത്തിട്ട് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ എമൗണ്ടിന്റെ ഇവിടെ വരും. ഒന്നുകൂടെ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ബോക്സ് വരും. ബാങ്ക് NMGന്റെ അവിടെ എത്ര കൊടുത്ത് ഇവിടെ ഇൻസ്റ്റ നമ്പറാ NST നമ്പറോ? ഇൻസ്ട്രുമെന്റ് നമ്പർ. അത് കംപ്ലീറ്റ് ആയി. ചെക്ക് റിസീവ്ഡ് ഫ്രം അജയ് ബാങ്ക്. റെസീപ്റ്റിൽ ചെയ്യേ ചെക്ക് റിസീവ്ഡ് ഫ്രം. നെക്സ്റ്റ് ഇതുപോലെ തന്നെ എങ്ങനെ ചെയ്യാം? ചെക്ക് റിസീവ്ഡ് ആണ്. റെസീറ്റ് F6 റെസീറ്റ് എടുക്കാം. ക്രെഡിറ്റ് ആദ്യം ചോദിക്കുന്നത് ആരുടെ അടുത്തുനിന്ന് കിട്ടുന്നത്? റഹീം ട്രേഡേഴ്സിന്റെ അടുത്തുനിന്ന്. റഹീം ട്രേഡേഴ്സിന് റഹീം അല്ലല്ലോ, അല്ലല്ലോ അജയ്. അജയ് അല്ലേ? അജയ്. അജയ് ട്രേഡേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എമൗണ്ട് കൊടുക്കാം 15,000. എൻട്രി അടിക്കാം. ഇവിടെ ഇതൊന്നും കൊടുക്കണ്ട കേട്ടോ. ഡെബിറ്റ് SBT ബാങ്കിന്റെ ചെക്കാണ് കിട്ടുന്നത്. നമ്മൾ SBT ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇല്ലല്ലോ? ചെയ്തിട്ടില്ല. ഇല്ല. നമ്മൾ NMG ബാങ്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് ഇവിടെ Alt C അടിച്ചിട്ട് SBT ബാങ്ക് കൊടുക്കാം. അണ്ടർ ബാങ്ക് അക്കൗണ്ട്. $15,000 ജയ് അക്കൗണ്ട് അപ് ടു SBT ബാങ്ക്. ഇവിടെ നമുക്ക് ചെക്ക് നമ്പർ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട, സേവ് ചെയ്യാം. SBT ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. SBT ബാങ്ക് Alt C അടിച്ച് ക്രിയേറ്റ് ചെയ്തോ. എന്താടി SBT ബാങ്കിന്റെ അണ്ടറിലെ ബാങ്ക് അക്കൗണ്ട് അല്ലേ? ബാങ്ക് അക്കൗണ്ട്. ചെയ്തോ? നെക്സ്റ്റ് സാലറി പെയ്ഡ് ബൈ ചെക്ക്. SBT ബാങ്കിന്റെ ചെക്കാണ് കൊടുക്കുന്നത്. പേയ്മെന്റ് എടുക്കാം. ഡെബിറ്റ് സാലറി എമൗണ്ട് 3,000. എൻട്രി അടിക്കാം. ക്രെഡിറ്റ് SBT ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് SBT ചെയ്തിട്ടുണ്ട്, കൊടുക്കും. എന്നിട്ട് എൻട്രി അടിക്കുന്ന സമയത്ത് ചെക്ക് നമ്പർ ചോദിക്കും.
ഇവിടെ ഇൻസ്ട്രുമെന്റിന്റെ അവിടെ ചെക്ക് നമ്പർ അടിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ, എന്നിട്ട് സേവ് ചെയ്യാം. മിസ് അതൊന്നും കൂടി ഇപ്പൊ പേജ് ഇപ്പൊ എടുത്തരോ? മിസ് ചെയ്ത പേജ് ഒന്ന് കാണിച്ചു തരുമോ? ഓക്കെ. അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലേ? റിപ്പീറ്റ് വെച്ചിട്ട്. സാലറി അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്, എസ്ബിഐ ബാങ്ക്. ഓക്കെ ഓക്കെ. അടുത്ത റെസീറ്റിലല്ലേ ചെയ്യാ? അടുത്തത് റെസീറ്റിൽ ചെയ്യാം. റെന്റ് റിസീവ്ഡ് ബൈ ചെക്ക് NNG. അതിലേതാ? ഒന്നുമില്ല. റെന്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്യുക 1500 ഡെബിറ്റ് NNG ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് NNG. എൻട്രി അടിക്കാം. ലെഡ്ജർ റിസീവ്ഡ്. ഇതിന് മുമ്പ് റെന്റ് റിസീവ്ഡ് ഇല്ല. റെന്റ് റിസീവ്ഡിലെടുത്ത് റെന്റ് മാത്രം എഴുതിയ പ്രശ്നമുണ്ടോ? ഇല്ല, റെന്റ് ഇപ്പൊ കുഴപ്പമില്ല. ഇനി കൊടുക്കുന്ന സമയത്ത് റെന്റ് റിസീവ്ഡ് തന്നെ കൊടുക്കണം കേട്ടോ. കാരണം റെന്റ് പെയ്ഡ് ഒക്കെ വരും. റെന്റ് പെയ്ഡും റെന്റ് റിസീവ്ഡ് ഒക്കെ രണ്ടും ഉണ്ടാവും. അപ്പൊ ഒന്നിലായി പോകും, മിക്സഡ് ആയി പോകും. ഇൻകം എക്സ്പെൻസ് എല്ലാം ഇപ്പൊ കുഴപ്പമില്ല. ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റ് എത്ര ടോട്ടൽ മിസ്സേ? 1,41,000. 1,15,700 യെസ് കിട്ടിയിട്ടില്ലേ? യെസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യാം. നെറ്റ് കറക്റ്റാ. 41,700 അല്ലേ? ഏത്? നെറ്റ് പ്രോഫിറ്റ് ലാക്സ് അല്ല, 10,700 അല്ലേ? അല്ല, 5,700 നെറ്റ് പ്രോഫിറ്റ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസാ? ടോട്ടൽ അല്ല പറയുന്നത്. ടോട്ടൽ 10,700, നെറ്റ് പ്രോഫിറ്റ് ആ, നെറ്റ് 5,700. പ്രോഫിറ്റ് കറക്റ്റാ. എത്ര? ട്രയൽ ബാലൻസ് 2,57,700. 5,700. ഇത് ട്രയൽ ബാലൻസ് കേട്ടോ. ആ, ഓക്കെ. ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ എന്തായിരുന്നു? ആൾട്ട് F1. ട്രയൽ ബാലൻസ് എത്രയാണ്? 2,57,700. അയ്യോ എന്റെ എല്ലാം തെറ്റാ. ഓക്കെ അല്ലേ? മിസ് എന്റെ കൊറേ എന്റേത് മൊത്തം തെറ്റാ വന്നു. ആരത്? അസ്ലഹ. അസ്ലന്റെ എന്താ തെറ്റിപ്പോയെ? അതെന്താന്നറിയില്ല. അനക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ കറക്റ്റാ, നെറ്റ് പ്രോഫിറ്റ് എല്ലാം തെറ്റാ. എന്തേലും സെയിൽസോ പർച്ചേസോ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, പിന്നെ ക്വസ്റ്റ്യൻ എടുക്കാം, ഒന്നുകൂടെ എല്ലാം ചെക്ക് ചെയ്യാം. ക്വാണ്ടിറ്റി കൊടുത്തതോ റേറ്റ് കൊടുത്തതോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. വൗച്ചർ ഓരോന്നും എടുത്തിട്ട് പേജ് പഠിച്ചിട്ട്. ഓക്കെ.
എന്നിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ ഞാനായിരിക്കും. ഓക്കെ. ഏ ഉം. മിസ്സേ ആ പറ. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഷോർട്ട് കീ ഏതാ ഏതില് കമ്പ്യൂട്ടറിൽ? സ്ക്രീൻഷോട്ട് നോക്കട്ടെ. ഷിഫ്റ്റ് എസ് അടിച്ചു നോക്കി. ഷിഫ്റ്റ് ഏതാണ്? ആ വിൻഡോസ് ചിഹ്നമില്ലേ, ആ വിൻഡോസിന് വിൻഡോസ് ഷിഫ്റ്റ് എസ് മൂന്ന് ഒന്നിച്ച് അടിച്ചു നോക്ക്. ഷിഫ്റ്റ് വരുന്നുണ്ടോ? നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ ഇനി. ആ ഓക്കെ. തേഴ്സ്ഡേ 5 മണിക്ക്. ആ ഓക്കെ മാം. താങ്ക് യു ഓക്കെ മാം. ഓക്കെ താങ്ക് യു.